അനന്തതയിലേക്ക് അനന്തതയുടെ അകാലതയിലേക്ക് ചെറിയടിച്ച് കടന്നുപോയ പ്രിയപ്പെട്ട മുഹമ്മദ് സാഹിബിന്റെ ദീപ്ത സ്മരണകൾക്ക് മുമ്പിൽ നിറകണ്ണുകളോടെ പ്രാർത്ഥനാപൂർവ്വം ബാബാനഗർ ജമാ മസ്ജിദിലെ ഖബർസ്ഥാനിലെ കബറാഴങ്ങളിൽ മേലാഞ്ചി ചെടിക്ക് കീഴെ അന്ത്യവിശ്രമമുള്ള പ്രിയപ്പെട്ട മുഹമ്മദ് സാഹിബിന് അല്ലാഹു സ്വർഗ്ഗത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കബറിടം പ്രകാശപൂരിതമാകട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നൊപ്പം ഇന്ന് ഇതേ അവസരം തന്നെ ഇവിടെ വന്നു നമ്മുടെ അനീഫ് ആവിയിൽ മത്സരിച്ചിരുന്നു. അനീഫ് ആവിയിൽ അതുപോലെ തന്നെ നമ്മുടെ ക്യാൻസറുകളായിരുന്ന നമ്മുടെ എം കെ റഹ്മാന്റെ പങ്ക് ബീഫാത്തിമ അവർക്കൊക്കെയും അവിടെയൊക്കെയും കബറിടം അല്ലാഹു പ്രകാശപൂരിതമാകട്ടെ. ഞാൻ ബനിയാസിൽ നിന്ന അനീസിന്റെ പ്രസംഗം ഇങ്ങനെ സാഹൃദം കേൾക്കുകയായിരുന്നു. ഒരുപക്ഷെ വിങ്ങുന്ന ഹൃദയത്തോടെ എന്ന് പറയാം, അത്ര ഹൃദയസ്പർശിയായി അദ്ദേഹം ആരായിരുന്നു മദനി മൊയ്തൂർ സാഹിബ് എന്നത് ഒരുപക്ഷെ നമ്മളൊക്കെയും അറിഞ്ഞതിൽ കൂടുതൽ എനിക്ക് തോന്നുന്നത് മനസ്സിലാക്കിയത് ഒരുപക്ഷെ അനീസിനാണ്. ഒരു പൊതുപ്രവർത്തകൻ ഒരുപക്ഷെ ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾ നേരത്തെ പറയുന്നത് പോലെ ആ ഒരു 10-12 മണിക്ക് വിന്യാസിൽ വരിക, കൂട്ടുകാർക്ക് കൂടുക, പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക, എന്നിട്ട് പലയിടങ്ങളിലും പല കാര്യങ്ങൾക്കായി പുറപ്പെടുക, ഇതൊക്കെ ഏത് പൊതുപ്രവർത്തകന്റെയും അകതാരിൽ ഒരുപക്ഷെ ആനന്ദം കൊള്ളിക്കുന്ന അങ്ങനെ ആവണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അത് ഓരോ വാക്കുകളും അദ്ദേഹം പറയുമ്പോൾ കഴിഞ്ഞ ഒരുപാട് വർഷത്തെ ഒന്നിച്ച് ഒരുപക്ഷെ തലമുറ വിടവുണ്ടെങ്കിലും ഒരു സുഹൃത്തിനെ പോലെ കൂടെ നിന്ന് ഈ ഒരു ആളുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംഘടനകൾക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന ഈ പ്രവർത്തനങ്ങളുടെ ഒരു രേഖാചിത്രം അനീസ് വരച്ചു കാണുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ എൻ്റെ മനസ്സ് വിടുന്നതായിരുന്നു. എപ്പോഴും ഞാൻ ബനിയാസിലെ ഈ മുഹമ്മദ് സാഹിബിന്റെ പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ചില കാര്യങ്ങൾക്ക് പെട്ടെന്ന് നമ്മൾ സാധാരണ ടിക്കറ്റ് എടുത്ത് പോകാൻ ബന്ധുക്കളുടെ കല്യാണം പറഞ്ഞിട്ടാണ്. ഇപ്പൊ ഈ സദക്കയുടെ പ്രവർത്തനങ്ങൾക്ക് അവിടെ വെള്ളം എത്തിച്ചില്ല എന്ന് പറയുമ്പോൾ അതിനെ കാണുവാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏകോപിപ്പിക്കാനാണ് നാട്ടിൽ പോകുന്നത് മനസ്സിലാക്കിയത്. അവർ പൊതുപ്രവർത്തകൻ എന്തായിരിക്കണം എന്നായിരിക്കണം എന്നൊക്കെ സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തന്ന് പറഞ്ഞു പോയ കർമ്മയോഗിയാണ് ജനാബ് മുഹമ്മദ് സാഹിബ്. ഞാൻ കൂടുതലൊന്നും പറയുന്നുണ്ട്. സാധാരണ നമ്മളൊക്കെ പറയാറുള്ള പോലെ നിന്നിടും പ്രകാശത്തിൽ നിൽക്കുവാൻ എല്ലാവർക്കും സാധിക്കും. പക്ഷെ നിന്നിടം പ്രകാശമാക്കുവാൻ ഇതുപോലുള്ള കർമ്മ ധീരമാർക്ക് മാത്രം സാധിക്കും. സാധാരണ കേൾക്കുന്നൊരു വാക്കാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ജീവിച്ച കാലമല്ല, ഇതുപോലുള്ള വളരെ ചുരുങ്ങിയ കാലം ജീവിച്ചാൽ മറ്റുള്ളവരുടെ മനസ്സിൽ ഈ മുഹമ്മദ് സാഹിബ് മരിച്ചിട്ട് പോലും നമ്മളിങ്ങനെ കൂടുകയും നമ്മുടെ ഓർമ്മകൾ പങ്കുവെക്കുകയും ചെയ്യുക എന്നുള്ളത് അവർ ചെയ്ത ഒരു ധന്യമായ ജീവിതത്തിന്റെ ബാക്കിപത്രമാണ്. എത്രയോ ആളുകൾ മരിച്ചു പോകുന്നു, നമ്മളിങ്ങനെ അനുശോചനമോ അല്ലെങ്കിൽ അനുസ്മരണമോ നടത്തുന്നില്ല. പക്ഷേ നമുക്കിടയിൽ നിന്ന് ജീവിച്ചുകൊണ്ട് ഇത്തരം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാണിച്ച് സമൂഹത്തിനും സമുദായത്തിനും അതുപോലെ തന്നെ സഹജീവികൾക്കൊക്കെ കാരുണ്യം ചെയ്ത് കരുണ ചെയ്തുകൊണ്ട് മഹത്തായ പ്രവർത്തനങ്ങൾ കൊണ്ട് വീതികളിൽ പ്രകാശം പരത്തിക്കൊണ്ട് കടന്നുപോയ ഇത്തരം ആൾക്കാരുടെ ജീവിതം അവർ മരിച്ചാലും എന്നുമെന്നും വരും തലമുറക്കും കാലങ്ങളോളം അല്ലെങ്കിൽ കാലമുള്ള കാലത്തോളം അത് പ്രചോദനങ്ങളായി പ്രചോദിതമായി ഇവിടെ നിലനിൽക്കും എന്ന കാര്യത്തിൽ സംശയമില്ല.